ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 5.2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഏതാ ചാപ്റ്റർ? ഇത് +2 മാത്സിലത്തെ 5ാമത്തെ ചാപ്റ്ററാണ്. ഡിഫറൻഷ്യൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസ് ആണ്. ഫസ്റ്റത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. നമുക്കെന്തായാലും ഈ ഒരു എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? സൈൻ ഓഫ് x² + 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചെയിൻ റൂള് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ചെയിൻ റൂൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എന്തായിരുന്നു സാധനം? സൈൻ ഓഫ് x² + 5 വരുമ്പോൾ ഇപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കാണുക, അത് ആരെ വരിക? അത് കോസ്, ദെൻ ആ ഫംഗ്ഷൻ x² + 5, ദെൻ എന്തെഴുതുക? ഇതിനകത്ത് x² എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു വേരിയബിൾ കൊടുക്കേണ്ടത്, പോകാൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താ വരിക? ഒരു 2x കൂടി എഴുതി കൊടുക്കുക. അപ്പോൾ 2x × cos x² + 5 എന്നാണ് വരിക. നമുക്ക് എന്താണ് ഇതിങ്ങനെ വെറുതെ ഡെറിവേറ്റീവ് കണ്ടുപോകല്ല, നമുക്ക് ചെയിൻ റൂളാണ് ഇവിടെ പഠിച്ചു പോട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആദ്യം സൈൻ ഓഫ് x² + 5 ഈ തന്നിട്ടുള്ള സാധനം ഇതിനകത്ത് എന്താണ്? ഇതിപ്പോൾ എന്താ? ഇതൊരു ഫംഗ്ഷനാണ്, ഇത് വേറൊരു ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ സൈനിൻ്റെ ഒരു ഫംഗ്ഷൻ, സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ y = sin x നമുക്ക് എഴുതാം. അതുപോലെ തന്നെ എന്താണ് x² + 5 എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു m = x² + 5 എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതെന്താണ്? ഇത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കമ്പോസിഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ചെയിൻ റൂൾ യൂസ് ചെയ്യാം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് സിമ്പിളാണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇരുന്ന് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ അത് കുറച്ചുകൂടി എന്താണ് വേറെ ടൈപ്പ് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്താണ് ചെയിൻ റൂള് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു മെത്തേഡ് പഠിക്കലാണ് നമ്മുടെ ആവശ്യം. സോ എന്താണ് നമുക്ക് ഇതിന് കൊടുക്കാം? y = sin x² + 5 എന്ന് ഇട്ട് കൊടുത്തു. വേണ്ട, x² + 5 എന്ന് ഇടണ്ട, നമുക്ക് എന്താണ് ആദ്യം x² + 5 = t എന്ന് ഇട്ട് കൊടുക്കുക. മീൻസ് പുട്ട് ചെയ്യുക, മറ്റേ സാധനത്തിൽ ഇൻ്റഗ്രേഷനിൽ ചെയ്യണ പോലെ. അപ്പോൾ ഇവിടെ ആരോ ഇവിടെ sin t വരും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ഇവിടെ ആരാ ഉള്ളത്? ശരിക്കും നമുക്ക് ഇതിൻ്റെ എക്സിലുള്ള ഡെറിവേറ്റീവാണ് കാണേണ്ടത്. സോ dy/dx ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് dy/dx = നമുക്ക് എങ്ങനെ എഴുതാം? dy ഇവിടുത്തെ വേരിയബിൾ ആരാണ്? t ആണ്. അപ്പോൾ സോ dt ഇൻറ്റു ഇവിടെ dt ഇതിവിടെയാണ് വെച്ചാൽ ഇവൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാം. അപ്പോൾ dt/dx ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായി? dy/dx ആയി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, വേറെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആദ്യം എന്താണ്? dy/dt, അത് sin t യുടെ ഡെറിവേറ്റീവ് ആരാണ്? കോസ് ടി ആണ്. ആദ്യം നമ്മൾ ജസ്റ്റ് കോസ് ടി എന്ന് എഴുതി വെക്കും. അടുത്തത് ഇനിയിപ്പോൾ എന്താണ്? ഇൻറ്റു dt/dx, ഇവൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരിക? 2x എന്ന് വരിക. അപ്പോൾ നമുക്ക് 2x എന്ന് എഴുതി കൊടുത്തു. ദെൻ എന്താണ് ഇവിടെ കോസ് ടി കിടക്കണ്ടല്ലോ, ആ കോസ് ടി എന്നുള്ളിടത്ത് എന്താണ്? ടിക്ക് തിരിച്ചെന്താ ഇതിനെ കൊടുക്കുക. അപ്പോൾ എന്താ വരിക? x² + 5 വരും. അപ്പോൾ എന്താ വരിക? ഇൻറ്റു 2x. അപ്പോൾ 2x × cos x² + 5 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ചെയ്യണം മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവനൊരു കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ് ആണ് വരുന്നത്. സോ എന്താണ് നമുക്ക് അവന് രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് 2 വേരിയബിൾസിലേക്ക് ഇട്ട് കൊടുക്കുക. മനസ്സിലാവുണ്ടോ? എന്നിട്ട് എന്താ ചെയ്യുക? ഡെറിവേറ്റീവ് കാണുക, സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. മനസ്സിലാവട്ടോ? അത്രേ വേണ്ടുള്ളൂ. ഇനിയപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ്? കോസ് ഓഫ് sin x ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ് ഓഫ് sin x എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എന്താണ്? കോസിൻ്റെ ഒരു ഫംഗ്ഷൻ, മീൻസ് കോസ് ഒരു ഫംഗ്ഷനാണ്, ദെൻ സൈൻ ഒരു ഫംഗ്ഷനാണ്, എക്സ് ഒരു വേരിയബിളാണ്. മനസ്സിലാവുണ്ട്? അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് എന്താ വേറൊരാളുടെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ y = x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് dy/dx കാണാമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം എന്ത് ചെയ്യുക? പുട്ട് sin x = y എന്ന് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഇതിനകത്ത് നിന്ന് dy/dx കാണുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? കോസ് x എന്ന് കിട്ടും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി എന്താണ്? കോസ് ആ എക്സിനെ sin x-നെ നമ്മൾ കൊടുത്തില്ല. അപ്പോൾ കോസ് y = നമ്മളൊരു dm മീൻസ് m ഇടുക.
അപ്പോൾ നമുക്ക് ഡി എം ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, മൈനസ് സൈൻ വൈ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് ഡി എം, നമ്മൾ ഇതിനെ എം ആയിട്ടാണല്ലോ അസൈൻ ചെയ്തത്. അപ്പോൾ എം ഡി മീൻസ് ഡി എം ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ഇതാ ഡി എം ബൈ ഡി വൈ ബൈ ഡി എക്സ് എഴുതി കൊടുക്കുക ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്തുട്ടാ മൈനസ് സൈൻ വൈ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് നമ്മളെന്താണ് ഇനിയിപ്പോൾ വൈന് ഡയറക്റ്റ് മറ്റേ എന്താ പറയുക ആ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് നമ്മൾ കൊടുക്കുകയാണ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു എന്താണ് വരിക ആ ഡി വൈ ബൈ ഡി എക്സ് അവിടെ ഇട്ട് കൊടുക്കുക. അതാരാ, അത് കോസ് എക്സ്. അപ്പോൾ എന്തായി, ആൻസറായി ഇല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണ് വരുന്നത്. സിമ്പിളാണ്, നമുക്ക് വെറുതെ ചെയ്താലും മതി. പക്ഷേ നമ്മൾക്ക് എന്താണ് നമ്മുടെ ആവശ്യം ആ റൂള് പഠിച്ചു പോകലാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കാണലാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ കാണാമല്ലോ, സൈൻ എ എക്സ് പ്ലസ് ബി. നമ്മളെന്ത് ചെയ്യുന്നു, ഇതിനെ വൈ ആയിട്ടൊന്ന് എടുക്കുന്നു. പിന്നെ ഇപ്പോൾ എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു നമ്മളൊരു സി ആയിട്ട് എടുക്കുന്നു. ഡി സി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, എ എന്ന് എഴുതാം. ദെൻ ഇതിനെ നമുക്ക് എന്താ വൈ ഇസ് ഈക്വൽ ടു സൈൻ സി എന്ന് എഴുതാം. ദെൻ ഡി വൈ ബൈ ഡി സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, കോസ് സി എന്ന് എഴുതാം. ഇനി എന്താണ് ഡി വൈ ബൈ ഡി സി ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി സി ഇൻറ്റു ഡി സി ബൈ ഡി എക്സ് എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് കോസ് സി. കോസ് എന്താണ് സി എന്ന് പറഞ്ഞാൽ ആരാ, നമ്മുടെ ഇയാൾ എ എക്സ് പ്ലസ് ബി, കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ആര് വരും എ എന്ന് വെച്ചാൽ ഡി സി ബൈ ഡി എക്സ്. അപ്പോൾ എന്താണ് എ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു റൂള് അല്ലെങ്കിൽ എന്താണ് ഈ മെത്തേഡ് നല്ല യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ട്. എന്തെന്നാണ് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ടി ഈക്വൽ ടു എക്സ് റൂട്ട് എക്സ് കൊടുക്കുക. ഞാൻ അതിന് എക്സ് ടു ദ പവർ 1/2 എന്ന് എഴുതിയാണ്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യണം, ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് എടുക്കുക. അപ്പോൾ എന്ത് വരിക, 1 മീൻസ് ഇതാണ് എന്താണ് 1/2 ഇൻറ്റു എക്സ് ടു ദ പവർ -1/2 എന്ന് വരും. ഞാനതിനെ എന്ത് എഴുതുകയാണ്, ഇവിടെ എഴുതുകയാണ്, ഡിനോമിനേറ്ററിൽ എഴുതുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. 1/2 റൂട്ട് എക്സ് ആണ് എന്ത് വരിക, എക്സ് ടു ദ പവർ 1/2 ഉണ്ട്, അല്ലെങ്കിൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഇവിടുത്തെ അടുത്ത ഫംഗ്ഷൻ ഞാൻ എന്താണ് ഒരു കെ എന്ന് എടുക്കണം. കെ ഈസ് ഈക്വൽ ടു ആരാണ്, ടാൻ എക്സിന് പകരം നമ്മൾ റൂട്ട് എക്സിന് പകരം നമ്മൾ അവിടെ ആരേനെ കൊടുക്കുകയാണ്, ടി എന്ന് കൊടുക്കണം. ഇപ്പോൾ ടാൻ ടി, കെ ഈക്വൽ ടു ടാൻ ടി, ദാറ്റ് ഈസ് ഡി കെ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഇപ്പോൾ ടാൻ്റെ ഡെറിവേറ്റീവ് ആരാണ്, അത് സീക്ക് സ്ക്വയർ ആരാണ്, ടി എന്നിട്ട് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി അടുത്ത ആളെ അസൈൻ ചെയ്യണം. അതെ, വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, അപ്പോൾ സീക്ക് ഓഫ് നമ്മളിപ്പോൾ ടാൻ ടിക്ക് മൊത്തത്തിൽ എന്താണ് കെ എന്ന് കൊടുത്തത്, അപ്പോൾ സീക്ക് കെ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി കെ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, സീക്ക് എക്സ് ടാൻ എക്സ് അല്ല, അപ്പോൾ സീക്ക് കെ ടാൻ കെ എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഡി വൈ ബൈ ഡി കെ ഇൻറ്റു ഡി കെ ബൈ ഡി ടി ദെൻ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്നാണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഇവൻ സീക്ക് കെ ടാൻ കെ, കെ ആരാ, ടാൻ ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇസ് ഈക്വൽ ടു സീക്ക് കെ എന്നുള്ളടത്ത് ആരാണ്, ടാൻ കെ ടി ആരാണ്, റൂട്ട് എക്സ് ആണ്. അപ്പോൾ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് ദെൻ ഇൻറ്റു ഇപ്പോൾ എന്താ കഴിഞ്ഞിട്ടുള്ളൂ, ഡി വൈ ബൈ ഡി കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്താണ് ഡി കെ ബൈ ഡി ടി എഴുതാം.
അതാരാണ്? സീക്ക് സ്ക്വയർ ടി ആണ്. ടിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? എക്സ് ടു ദ പവർ 1/2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് എഴുതി കൊടുക്കണം. കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു ഇനി ആരും കൂടി ഉണ്ട്, നമ്മുടെ ഡി ടി ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താ സിമ്പിളാണ്, 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഞാൻ എന്താണ് ജസ്റ്റ് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആണല്ലോ, അതിൽ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ എന്താ ഫ്രണ്ടിൽ എഴുതണം 1/2 റൂട്ട് എക്സ്. അപ്പോൾ എന്താണ്? ഇതാണ് ആൻസർ. എന്തെന്ന്? 1/2 റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി എന്നാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. നമുക്ക് ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് കോഷ്യൻ റൂൾ വെച്ചിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചില്ലേ, എന്തായിരുന്നു? സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്നാണ് അത് എഴുതാം. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ബൈ കോസ് ഓഫ് എ സി എക്സ് പ്ലസ് ഡി. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റൂൾ? യു ഡാഷ് വി മൈനസ് വി യു ഡാഷ്, അല്ല അതിപ്പോൾ ഇത് എഴുതിയതല്ലേ. എന്തെന്നാണ് ആദ്യം? 1, 2 മൈനസ് എന്തെന്ന് വരും? 1, 2 ബൈ വി സ്ക്വയർ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തെന്നാണ്? ഇപ്പോൾ യു ഡാഷ് എന്ന് പറയുമ്പോൾ ആരാണ്? സൈൻ്റെ ഡെറിവേറ്റീവ് സൈൻ ഇൻറ്റു എ എക്സ്, സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ റൂൾ ഉപയോഗിക്കട്ടെ, ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് ഈ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കാണാം. മനസ്സിലാവുണ്ടോ? ദെൻ ഇൻറ്റു ആരാണ് വരിക? കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി. ദെൻ മൈനസ് ആര് വരും? യു ആരാണ്? സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എന്തെന്ന് വരും? കോസിൻ്റെ ഡെറിവേറ്റീവ് അവനാരാ? അത് സൈൻ മൈനസ് സൈൻ വരും. അപ്പോൾ സൈൻ എ ഇൻറ്റു എ അല്ല സി ഇൻറ്റു സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി എന്ന് വരും. ഓൾ ഡിവൈഡ് ബൈ എന്തെന്ന് വരും? കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി എന്ന് വരും. ദാറ്റ് ഈസ്, ഇനി എന്താണ്? നമുക്കിതിനൊന്ന് അറേഞ്ച് എഴുതാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ ഒരു കോസ് സി എക്സ് പ്ലസ് ഡി എടുക്കുന്നുണ്ട്, ഇതിനകത്ത് ഒരു സൈൻ സി എക്സ് പ്ലസ് ഡി എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് എ സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എ എക്സ് പ്ലസ്, ഓക്കെ എക്സ് അല്ല സി എക്സ് പ്ലസ് ഡി, കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ദെൻ പ്ലസ് ആരാണ് വരുന്നത്? സി ഇൻറ്റു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതിനകത്തുനിന്നൊരു സ്ക്വയറും ഉണ്ട്, മീൻസ് ഒരേ ടേമുകളാണ്. അപ്പോൾ അത് നമുക്ക് വെട്ടിക്കളയും. ഇനി എന്താണ് ഇവിടെ? എ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എന്തൊന്നുണ്ട്? കോസ് സി എക്സ് പ്ലസ് ഡി എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? 1 കോസ് എക്സിനെ നമുക്ക് സീക്ക് എക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു സീക്ക് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. പ്ലസ് ആരാണ്? സി ഇൻറ്റു ഇവിടെ ആരാ കിടക്കുന്നത്? സൈൻ ഓഫ് ആരുണ്ട്? എ എക്സ് പ്ലസ് ബി ഉണ്ട്. നമുക്ക് എന്താ ഡിനോമിനേറ്ററിൽ എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫംഗ്ഷനുള്ള ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അതിനങ്ങനെ തന്നെ എഴുതാം. ഇനി അടുത്ത് നോക്കുമ്പോൾ എന്താ കിടക്കുന്നത്? സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി കിടക്കുന്നുണ്ട്, അടിയിൽ കോസ് സ്ക്വയർ ഓഫ് സി എക്സ് പ്ലസ് ഡി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോസ് സ്ക്വയറിലത്തെ ഒരു കോസിനെ അങ്ങോട്ട് എടുക്കാം. അതായത് കോസ് സി എക്സ് പ്ലസ് ഡീനെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈനും കോസും കൂടി നമുക്ക് ടാൻ ഓഫ് എന്തെന്ന് എഴുതാം? സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. ഇൻറ്റു ഇനി എന്താണ്? ഇതിനകത്ത് സ്ക്വയർ ടേം ആണല്ലോ, ഒരാളും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അഗെയിൻ എന്താണ്? 1 കോസ് എക്സ് എന്നുള്ളതിനെ എന്താ എഴുതാം? സീക്ക് എക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? സീക്ക് ഓഫ് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം.
അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു സീക്ക് ഓഫ് സി എക്സ് പ്ലസ് ഡി പ്ലസ് സി ഇൻറ്റു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ടാൻ ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സീക്ക് ഓഫ് സി എക്സ് പ്ലസ് ഡി. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത എന്താണ്? ഇതിവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഫംഗ്ഷൻ കോമ്പോസിഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് ടു ദ പവർ 5. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമുക്കിവിടെ എന്തുട്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യണം. അതെന്തുട്ടാണ്? 1 2 പ്ലസ് വി ഡാഷ്. അപ്പോൾ ഇതിനകത്ത് കോസ് എക്സ് ക്യൂബിനെ നമ്മൾ യു ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഇവനെ നമുക്ക് മൊത്തം വി ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇവൻ്റെ പ്രോഡക്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ് സ്ക്വയർ. കോസിന് പകരം ആര് വരും? സൈൻ എക്സ് ക്യൂബ് എന്ന് വരും. ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെന്നാണ് നമ്മൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ കോസ് വൈയുടെ ഡെറിവേറ്റീവ് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ എന്ത് വരും നമുക്ക്? അത് കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ വൈ എന്ന് വിചാരിക്കുക. അവിടെ എക്സ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇൻറ്റു 3x സ്ക്വയർ. ആ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ മുമ്പ് 2-3 പ്രോബ്ലത്തിൽ ഫംഗ്ഷൻ കോമ്പോസിഷൻ വെച്ച് ചെയ്തതാണ്. നമ്മൾ ഒറ്റയടിക്ക് ചെയ്ത് തീർത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. ഇനി അടുത്ത ആളതിന് എന്താ വെറുതെ എഴുതിയാൽ മതി. അത് എന്തുട്ടാണ്? സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു ദ 5 പ്ലസ് ഇനി അടുത്തത് നോക്കുമ്പോൾ ഇവനെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. എന്തെന്നാ? കോസ് എക്സ് ക്യൂബ് എന്ന്. അടുത്ത ആളാരാണ്? സൈൻ സ്ക്വയർ. അപ്പോൾ ഇവനെ നമുക്ക് എന്താ? വൈ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. വൈ സ്ക്വയർ എന്ന് വിചാരിക്കുക. ജസ്റ്റ് സൈൻ സ്ക്വയറിനെ മീൻസ് സൈനിന് നമ്മൾ വൈ അസൈൻ ചെയ്ത് കൊടുക്കുക. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2y എന്നാണ് ഡെറിവേറ്റീവ് വരിക. അപ്പോൾ എന്ത് വരും? 2 സൈൻ എക്സ് ടു ദ പവർ 5 എന്ന് വരും. ഇൻറ്റു ഇനി എന്താണ്? നമുക്ക് സൈനിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സൈനിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? അത് വെറുതെ കോസ് എക്സ് ടു ദ പവർ 5 ആണ് വരുന്നത്. ഇനി എക്സ് ടു ദ പവർ 5ൻ്റെ ഡെറിവേറ്റീവ് ആണ്. അവനാരാണ്? 5x ടു ദ പവർ 4 ആണ് വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ടെക്സ്റ്റ് ആൻസർ പോലെ തന്നെ എഴുതി വെക്കാം. എങ്ങനെ? ഇവിടെ ഒരു 5x ടു ദ പവർ 4 കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 10x ടു ദ പവർ 4. ദെൻ ഇവിടെ കോസ് എക്സ് ടു ദ പവർ 5 ഉണ്ട്, സൈൻ എക്സ് ടു ദ പവർ 5 ഉണ്ട്. അപ്പോൾ എന്ത് വരും? സൈൻ എക്സ് ടു ദ പവർ 5 ഇൻറ്റു കോസ് എക്സ് ടു ദ പവർ 5 ഇൻറ്റു കോസ് എക്സ് ക്യൂബ് കിടക്കുന്നുണ്ട്. മൈനസ് ഓഫ് ഇവിടെ ആരാണ്? 3x സ്ക്വയറിനെ പുറത്തെടുക്കുക. 3x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് ടു ദ പവർ 5. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തെന്നാണ്? 2 ഇൻറ്റു റൂട്ട് ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ആരാണ്? 2 ഇൻറ്റു റൂട്ട് ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. അതിലിപ്പോൾ നമുക്ക് എന്താണ്? പുട്ട് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ കോട്ട് y ഈക്വൽ ടു ഒരു k എന്ന് പുട്ട് ചെയ്യുക. സോ കോട്ട് y ആണ് കേട്ടോ, ടി അല്ല. തെറ്റി എഴുതി പോകുന്നത്. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? 2x എന്ന് കിട്ടും. ഇനി കോട്ട് y കോട്ട് വെറുതല്ല കോസ് ടി എന്നാണ്. കോട്ട് വൈന് എന്താ കിട്ടുക? കോട്ട് എന്ന് പറഞ്ഞാൽ അതാര? മൈനസ് കോസീക് സ്ക്വയർ എക്സ് വരും. അപ്പോൾ എന്താ? മൈനസ് കോസീക് എക്സ് സ്ക്വയർ ഓഫ് വൈ ഇസ് ഈക്വൽ ടു dk/dy. ഇനി ഒരാളും കൂടി ഉണ്ട്. ആര്? പി ഇസ് ഈക്വൽ ടു അല്ല കെ എവിടെയാണ്? റൂട്ടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. നമുക്കതിനെന്താണ്? ഒരു പി ആയിട്ട് അസൈൻ ചെയ്യാം. ദാറ്റ് ഈസ് dp/dk ഇസ് ഈക്വൽ ടു എന്തെന്ന് ഒരു 1/2 റൂട്ട് k എന്ന് വരും. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? എന്താണ്? dp/dk ആരാ? dy/dx ദാറ്റ് ഈസ് dp/dx. അതെന്ത് വരും? dp/dx ഇസ് ഈക്വൽ ടു
1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് കെ എന്നുള്ള കൊടുത്താൽ തന്നെ കോട്ട് വൈ എന്നിട്ട് കൊടുക്കുക. വൈക്ക് ഞാൻ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പുട്ട് ചെയ്ത് കൊടുക്കണം. ദെൻ ഇൻറ്റു മൈനസ് കോസീക് സ്ക്വയർ വൈ എന്നുള്ളിടത്ത് എന്താണ്? എക്സ് സ്ക്വയർ പുട്ട് ചെയ്ത് കൊടുക്കണം. ഇൻറ്റു ഇനി നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് അവനാരാണ്? അത് 2x അതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് പുറത്തൊരു 2 കിടക്കുന്നുണ്ട്, അതിനെ നമുക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ ഫംഗ്ഷൻ എടുത്തപ്പോൾ പുറത്തൊരു 2 കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ -2x cosec സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ അല്ലേ? ഇതാ ഇതിനും സ്ക്വയർ ഉണ്ട് കേട്ടോ. കോസീക് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ ആണ്. എന്ത് ചെയ്യണം? എന്താണ് ഇതിനെ നമുക്കൊന്നും കൂടി ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ കോസീക് സ്ക്വയർ എക്സ് കിടക്കുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്യണത്? ഇതിനകത്തുനിന്ന് ഒരു സൈൻ എക്സിനെ എടുത്ത് ഉള്ളിക്കിടുകയാണ്. നമ്മൾ ഇവിടുത്തെ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? റൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്തായാലും സൈൻ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഒരു പ്രശ്നം കൂടി ഉണ്ട്. എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ ആണ് കേട്ടോ. ഇപ്പം എന്താണ് ഇവിടെ? റൂട്ടിൻ്റെ ഉള്ളിൽ കോട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ എടുക്കുന്നുണ്ട്. ഇനി കോട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കോട്ട് അതാ കോസ് എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറും നമുക്ക് ക്യാൻസൽ, സൈൻ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ആരാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്? റൂട്ട് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2x ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ 2x സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഒരു കുഴപ്പം കൂടി ഉണ്ട്. എന്തെന്നാണ്? 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വേണം. മനസ്സിലാവുണ്ടോ? അതായത് ഇങ്ങനെയാണ് സൈൻ 2x ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ്? ഈ സാധനം ഇസ് ഈക്വൽ ടു ഇതേ ബൈ 2. അപ്പോൾ ഇതാണ് ആ റൂട്ടിൻ്റെ ഉള്ളിൽ വരിക. അപ്പം എന്തെന്നാണ് ഇങ്ങനെ റൂട്ടിൻ്റെ ഉള്ളിൽ ആരാണ്? സൈൻ 2x സ്ക്വയർ ബൈ 2 എന്ന് വരും. അതായത് ഇതായി ഇവിടെ എന്ത് വരും? സൈൻ 2x സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ റൂട്ടിന് വേണ്ടി നമുക്കെടുത്ത് മേലേക്ക് എഴുതാം. അപ്പം എന്തായിട്ടുണ്ട്? 2 റൂട്ട് 2 ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സൈൻ 2x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ എന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? കോസ് ഓഫ് റൂട്ട് എക്സ് ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അവിടെ എന്താണ് ഫങ്ഷൻ കോമ്പോസിഷനായി കണ്ടിട്ട് വേരിയബിൾസിനെ സെപ്പറേറ്റ് കൊടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്കെന്താ y ഈക്വൽ ടു ജസ്റ്റ് എന്താ കോസ് റൂട്ട് എക്സ് എന്ന് ജസ്റ്റ് എഴുതുക. എന്നിട്ട് ഇപ്പോൾ ഇതിൽ കോസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ റൂട്ട് എക്സ് എന്ന് വരും. ഇനി എക്സിൻ്റെ എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? അതായത് എക്സ് ടു ദ പവർ 1/2 ആണ്. അതിനെ 1/2 റൂട്ട് എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ആരാണ്? മൈനസ് 1/2 ഇൻറ്റു സൈൻ റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതെന്താണ്? പ്രൂവ് ചെയ്യാനുള്ളതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 വെർ എക്സ് ബിലോങ്സ് ടു ആർ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് എക്സ് എന്താണ്? എക്സ് ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ അറ്റ് ദ പോയിന്റ് 1 എക്സ് ഈക്വൽ ടു 1 എന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിനൊരു തിയറം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെന്ന്? എന്താണ്? ലിമിറ്റാണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്ത ഫംഗ്ഷൻ എന്തെന്നാണ്? എക്സ് മോഡ് എക്സ് മൈനസ് 1 ആണ്. ഒരു എക്സ് ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0
പ്ലസ് എടുക്കാം. ദെൻ എഫ് ഓഫ് സി പ്ലസ് എച്ച്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ അറ്റ് ദ പോയിന്റ് 1 ആണ്, എക്സ് ഈക്വൽ ടു 1 ആണ് കാണേണ്ടത്. അപ്പോൾ 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ആരാണ് 1 ഡിവൈഡ് ബൈ എച്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 പ്ലസ് എച്ച്. ഇപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1, അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടുക, 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്തും എന്താണ്, ഇപ്പോൾ എക്സിൻ്റെ പൊസിഷനിൽ 1 പ്ലസ് എച്ച് ആണ് എടുക്കുന്നത്. അപ്പോൾ 1 പ്ലസ് എച്ച് മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരിക, മോഡ് എച്ച് ആണെന്ന് നമുക്ക് കിട്ടുക. ബൈ എച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരിക, അത് 1 ആണ് വരിക. ദെൻ ഇനി എന്താണ് 0 മൈനസിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് വരും, അവിടെ എന്ത് തന്നെയാണ്, ഇവിടെ എഫ് ഓഫ് 1 എന്താണ് 0 തന്നെയാണ്. ദെൻ ഇവിടെ ഇതെന്താവും, മോഡ് എച്ച് എന്നുള്ളത് മൈനസ് എച്ച് ആയി മാറും. അപ്പോൾ ഡിവൈഡ് ബൈ എച്ച് ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ അതെന്താണ്, നമുക്ക് 0ക്ക് 2 ലിമിറ്റ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഉണ്ടെങ്കിൽ അതാണ് എന്ത് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് എന്തെന്നാണ് പറയുക, അയ്യോ കളറ് കറുപ്പോണ്ട് എഴുതിയില്ല അല്ലേ. അപ്പോൾ എന്താണ്, 1 -1 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. അത് കാരണം നമുക്ക് എന്താ പറയുക, ഡെറിവേറ്റീവ് ഇല്ല. അപ്പോൾ ഡെറിവേറ്റീവ് ഇല്ല പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താണ്, പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, 0 എക്സ് കിടക്കുന്നത് 0 to 3 ദെൻ ഇറ്റ് ഈസ് അതെന്താണ് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കണം. മറ്റേ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ പ്രോബ്ലം അല്ല എന്തൊട്ട് പറയാം, ലാബും കൂടി ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിൽ എന്താ പറയുക, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ, ഡെസിമൽ അല്ല എന്തൊട്ട് പറയുക, ഡെസിമൽ തന്നെ. ഇപ്പോൾ 1.2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോട്ടാണ്. ഇതിനകത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതാണ് എന്ത് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇപ്പോൾ എന്താണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊന്നും ലാബൊന്നും ഉണ്ടായിരുന്നില്ല മാത്സിന്. അപ്പോൾ എന്താ പറയുക, ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതൊക്കെ എന്താ ഇൻറ്റീജേഴ്സാണ്. സെഡ് എന്ന് പറയുന്ന സെറ്റ് ഇൻറ്റീജേഴ്സാണ്. റിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ഡെസിമൽ നമ്പറിൻ്റെ എന്തുട്ടാണ് അതിൽ കിടക്കണ ഒരു ഡെസിമലിലൊക്കെ എടുക്കുന്ന ആരാണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതൊരു നമ്പർ 2.9 ആണെങ്കിൽ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആരാണ്, 2 ആണ് വരുന്നത്. കാരണം വേറെ ഇൻറ്റീജറൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്, നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ല എന്നല്ല കാണിക്കണ്ടേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് എന്താ 0-ൻ്റെയും 3ൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ട്. അറ്റ് ദ പോയിന്റ് 1 and 2 എവിടെയൊക്കെ 2 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 and 2 ഈ 2 പോയിന്റിലാണ് ഡിഫറൻഷ്യബിൾ അല്ലെന്ന് കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തൊട്ടാണ്, നമുക്ക് എഫ് ഓഫ് 1 കൊടുത്താലേ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഈ വാല്യൂ എന്ത് വരും, നമുക്കിപ്പോൾ 1ൻ്റെ കൂടെ എത്ര ചെറിയ ഡെസിമൽ വന്നാലും എത്ര വലിയ ഡെസിമൽ വന്നാലും നമ്മൾ എന്താണ് എടുക്കേണ്ടത്, ഫോർ എനി ഡെസിമൽ നമ്പർ നമ്മളെന്താണ് എടുക്കുന്നത്. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫ്ലോട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ലാബ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. then അതിൻ്റെ ഫ്ലോർ വാല്യൂ അത് എത്രയാണ്, 1 ആണ്. മീൻസ് 1ൻ്റെ 1 പ്ലസ് എനി ഹയർ ഡെസിമൽ ഓർ എനി ലോവസ്റ്റ് ഡെസിമൽ എന്തായിരിക്കും, ദ ഫ്ലോർ വാല്യൂ ഈസ് 1. അപ്പോൾ എന്താണ്, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. ദെൻ ലിമിറ്റ് നമുക്ക് എന്താണ് 0, h ടെൻസ് ടു 0 മൈനസ് നോക്ക്. അപ്പോൾ ലിമിറ്റ് അങ്ങനെ വരും, എന്ത് വരും, 1 മൈനസ് എച്ച് മൈനസ് എച്ച് ഡിവൈഡ് ബൈ മൈനസ് എച്ച് എന്ന് വരും. അതായത് എഫ് ഓഫ് 1 മൈനസ് എച്ചും ഇവിടെ എഫ് ഓഫ് എച്ചും. എച്ച് അല്ല എന്താണ് പറയുക, 1 ആണ് വരിക. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, അത് 1 തന്നെയാണ് വരിക. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ 1ൽ നിന്ന് എച്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ അത് എത്ര ചെറിയ ഡെസിമലായാലും എത്ര വലിയ ഡെസിമലായാലും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നമുക്കതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 0.9
0.999 അതല്ലാന്നുണ്ടെങ്കിൽ 0.00099 പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ജസ്റ്റ് എത്ര ചെറിയൊരു ഡെസിമലാണെങ്കിലും, അതായത് 1ൽ താഴെ 0ൻ്റെ മേലെയുള്ള ഏതോ ഒരു ഡെസിമൽ, അതായത് 1 - h എന്ന് പറയുമ്പോൾ എന്താണ്, h ടെൻസ് ടു 0. എച്ചിന് വരാവുന്ന ഹയർ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ഈ ഒരു കണ്ടീഷനിൽ, ഈ ലിമിറ്റ് എടുത്ത കണ്ടീഷനിൽ. ദെൻ 1ൽ അപ്പോൾ അതിനകത്ത് എന്താണ്, അപ്പോൾ ഇനി എത്ര ഒരു ചെറിയ നമ്പറോ അല്ലെങ്കിൽ എത്ര വലിയ നമ്പറോ നമുക്ക് എന്താണ് 1ൽ നിന്ന് മൈനസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എന്താണ് 0 തുടങ്ങുന്ന ഒരു ഡെസിമൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് 0 ആയിരിക്കും. ഓക്കെ. ദെൻ എന്താണ്, ഡിവൈഡ് ബൈ -h ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇത് ക്യാൻസലായി പോകും. ദെൻ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ് വരുന്നത്. ഇനി എന്താണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. അപ്പോൾ എന്ത് വരും, ഇവിടെ 1 + h വരും, -f(1) ഡിവൈഡ് ബൈ h എന്ന് വരും. പിന്നെ ഇവിടെ എന്താണ് 0+. ഇനി അടുത്ത ഇവിടുത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇത് 1 തന്നെ വരും. then ഇതെന്തോ 1ൻ്റെ കൂടെ നമുക്ക് ഏത് ചെറിയ ഡെസിമൽ അല്ലെങ്കിൽ എത്ര വലിയ ഡെസിമൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെന്ന് വരുള്ളൂ, അതിൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരുള്ളൂ. ഫ്ലോർ വാല്യൂ എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫ്ലോട്ട് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ. അപ്പോൾ അത് എത്ര വരിക, അത് 1 വരിക, ഡിവൈഡ് ബൈ h. ഇനി എന്താണ്, ഇതെന്ന് പറയുമ്പോൾ എന്താ 0 ആണ്. അപ്പോൾ 0/h എന്താണ്, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ എന്താണ്, ലിമിറ്റ്സ് മാച്ച് ചെയ്യുന്നില്ല, എന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദ ഫംഗ്ഷൻ ഈസ് ഡെറിവേറ്റീവ്. ലിമിറ്റ് ഇല്ലെങ്കിൽ എന്താണ്, ഡെറിവേറ്റീവ് ഇല്ല. ലിമിറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ എന്താണ്, ഡിഫറൻഷ്യബിൾ അല്ല. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, അടുത്ത കേസ് 2. അത് മീൻസ് f(x) = അതായത് എക്സിന് 2 കൊടുത്തു നോക്കുക. ഇതിനകത്ത് ഇനിയിപ്പോൾ എന്താണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2. അതെന്ത് വരിക, അത് 2 തന്നെയാണ് വരിക. ഫോർ എനി ഡെസിമൽ വാല്യൂ, ഫോർ എനി ഡെസിമൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 2 ആസ് ഇൻറ്റീജർ എന്തായിരിക്കും, ഫ്ലോർ വാല്യൂ എന്താണ്, 2 തന്നെയാണ് വരുന്നത്. ദെൻ ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ലിമിറ്റ് കാണണം. ലിമിറ്റ് h ടെൻസ് ടു 0 കൊടുക്കുക. എന്ത് വരിക, 2 - h മൈനസ് f(2 - h) മൈനസ് f(2). അപ്പോൾ ഈ f(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, അത് 2 തന്നെ വരും, നേരത്തെ ചെയ്ത പോലെ തന്നെ വരിക. ഇനി ഇവിടെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് 2ൽ നിന്ന് എത്ര വലിയ ഡെസിമൽ എത്ര ചെറിയൊരു ഡെസിമൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1 പോയിന്റ് എന്ന് പറയുന്നൊരു നമ്പറാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ് വരിക ബൈ -h. അപ്പോൾ ഇതെന്ത് വരും, ഇതിപ്പോൾ -1 വരും ബൈ -h എന്ന് പറയുമ്പോൾ എന്ത് വരും, 1/h എന്ന് വരും. എച്ചിന് 0 കൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇൻഫിനിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം നമുക്ക്. അപ്പോൾ ഇതെന്ത് വരും, 2 + h വരും. ഇനി ഇവിടെ ഇതിനകത്തും എന്താണ്, f(2) എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് 2 എന്ന് കിട്ടും. ദെൻ 2 + h എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് വരും, ദ ഫ്ലോർ വാല്യൂ എന്തായിരിക്കും, 2 തന്നെ ആയിരിക്കും, ഡിവൈഡ് ബൈ h. അപ്പോൾ ഇതെന്താണ്, 2 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്. 0/h എന്താണ്, അഗൈൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, അത് നമുക്ക് ഡിഫൈൻഡ് അല്ല, ഡെറിവേറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് x = 1 and 2. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്, ഈ ഒരു എക്സസൈസിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു എക്സസൈസുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണം ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ കണ്ണിയാണ്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെന്താണ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.